ശിവരാത്രിയൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഇന്നലെയൊക്കെ ആളുകൾ ഒരുപാട് ഉറങ്ങിയിട്ടില്ല. ശിവരാത്രി വിളക്കിന് ശേഷമുള്ള ബലിതർപ്പണത്തിന് ആലുവ മണപ്പുറത്ത് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുവെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത്. കുംഭമാസത്തിലെ അമാവാസി ദിവസമായ ഇന്ന് രാവിലെ 10 മണി വരെ ബലിതർപ്പണം നടത്താം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 116 ബലിത്തറകളാണ് ആലുവ മണപ്പുറത്ത് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അശ്വിൻ പാലാഴി മണപ്പുറത്ത് നിന്നും തത്സമയം ചേരുകയാണ്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിനായിട്ട് ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ ശിവരാത്രി പൂജയ്ക്കും ഒപ്പം വിളക്ക് എഴുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങിയത്. ഇപ്പോൾ ആലുവ മണപ്പുറത്തെ തിരക്ക് നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ജനലക്ഷങ്ങളാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി 10 മണി അർദ്ധരാത്രിക്ക് ശേഷമാണ് ഈ ബലിതർപ്പണം ഔപചാരികമായി ആരംഭിച്ചത്. അപ്പോൾ മുതൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഈ ബലിത്തറകളിലേക്ക് എത്തി തുടങ്ങിയിരുന്നു. വലിയ ജനത്തിരക്ക് പ്രതീക്ഷിച്ച് 116 ബലിത്തറകളാണ് ദേവസ്വം ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. അവിടെ എല്ലാം തന്നെ വലിയ തിരക്ക് നമുക്ക് കാണാനാവുന്നുണ്ട്. ഇന്ന് 8:30 ഇന്ന് ഇതിപ്പോൾ കുംഭമാസത്തിൽ അമാവാസി നാളുകൂടിയാണ്. അതുകൊണ്ട് തന്നെ അമാവാസി തർപ്പണം 8:30 ആരംഭിക്കും. ആ സമയത്ത് കൂടുതൽ ആളുകളെ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകൾ നേരിട്ടെത്തി ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം വിലയിരുത്തിയതാണ്. ഈ ഓരോ ബലിത്തറകളിലും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരേ സമയം നിരവധി ആളുകൾക്ക് ബലിതർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും പോലീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2000-ലധികം പോലീസ് ഈ വലിയ ജനത്തിരക്ക് കണക്കിലെടുത്ത് തിരക്ക് നിയന്ത്രിക്കാനായി ഉണ്ട്. ഒപ്പം മറ്റ് ക്രമീകരണങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ആലുവ റൂറൽ എസ് പി നേരിട്ടെത്തി വിലയിരുത്തിയിട്ടുമുണ്ട്. എന്തായാലും തിരക്ക് വലിയ തോതിൽ ഇപ്പോഴും തുടരുകയാണ്. താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് ആലുവ മണപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്ന്